ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് നമ്മുടെ പൂർവികന്മാർ പോയ വഴിയിലൂടെ അവർ തുടങ്ങി വച്ച ഉപാസന രീതിയിലൂടെ പോകുന്ന ചെറിയൊരു കാര്യമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉപാസനയിലെ ശബരിമല. എന്താണ് ഇങ്ങനെയൊരു കാര്യം പറയാനുള്ളൊരു കാരണം? ഉപാസനയിലെ ശബരിമല എന്താണ്? നമ്മുടെയൊക്കെ ഉപാസനയിൽ നമ്മുടെയൊക്കെ തറവാട്ട് ക്ഷേത്രങ്ങളുമായിട്ടും കുടുംബക്ഷേത്രങ്ങളുമായിട്ടും പല പല ഗുരുപരമ്പരകളുമായിട്ടും നമുക്കെന്താണ് ശബരിമലയായിട്ട് ബന്ധം? അതാണ് ഉപാസനയിലെ ശബരിമല. നമ്മുടെ എല്ലാ കുലത്തിലും ഒരു ശാസ്താവ് അല്ലെങ്കിൽ ഒരു ചാത്തൻ ഉണ്ടാവും. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ പൂർവികർ 1, 2, 3 തലമുറയ്ക്കൊക്കെ മുമ്പ് അവർ ഇരുമണിക്കെട്ടേറ്റ് പോകുന്നത് ചിലപ്പോൾ നടന്നു പോകും, അല്ലെങ്കിൽ നടന്നാണ് പോയിരുന്നത്. കല്ലടിക്കോട് മല കയറി അവിടെ നിന്ന് തുടങ്ങുന്ന മലകയറ്റവും മലയിറക്കവും അങ്ങനെ 18 മലകൾ താണ്ടി ശബരിമല എത്തിയിരുന്ന ഒരു കാലഘട്ടത്ത് ഉണ്ടായിരുന്നവരാണ് നമ്മുടെയൊക്കെ പൂർവികന്മാർ. അപ്പോൾ ഒരു ഉപാസന തുടങ്ങുന്നു ശബരിമലയിൽ നിന്ന്. തുടങ്ങിയ എങ്ങനെ തീരണമെന്ന് ഇന്ന് ഇവിടെ ആർക്കും അറിയില്ല. കാരണം എല്ലാവരും മായയിൽ പെട്ടുള്ള ഉപാസന മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഒരു അവിടെ പരദേവതനെയും അവരുടെ ഗുരുക്കന്മാരെയും മറന്ന് വേറെ പല അഡിക്ഷനായ പ്രേതകലയുടെ പുറകെ പോകുന്ന കേരളത്തിൻ്റെ ഇന്നത്തെ ചത്തുപോയ ആത്മീയതയാണ് അതിൽ ചൂണ്ടിക്കാണിക്കേണ്ടത്. നമ്മുടെ പരദേവതയും ആ പരദേവനെ കൊണ്ടുവന്ന് വെച്ച ആ മുത്തപ്പൻ്റെ അല്ലെങ്കിൽ ആ കാർന്നൂരിൻ്റെ പുറകെയാണ് പോകേണ്ടത്. മനസ്സിലായി? അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഈ ചാനൽ കാണുന്ന വ്യക്തികൾക്ക്, ഇതിൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് ഒക്കെ അറിയാൻ പറ്റും. അതാണ് നമ്മുടെയൊക്കെ പൂർവ്വ പണ്ട് തുടങ്ങിയിരുന്നു ഉപാസന ഒക്കെ തുടങ്ങിയത് കാട്ടിലും മലയിലും ഒക്കെ വെച്ച്. അവിടെ നിന്നാണ് നമ്മൾ ഉപാസന. ഇപ്പം നമ്മൾ വർഷത്തിലൊരിക്കൽ നമ്മൾ മണ്ഡലകാലത്ത് 41 വ്രതമെടുത്ത് 41 ദിവസത്തെ, ചെറിയ 7 ദിവസവും കൂടി 41 ദിവസത്തെ അധിക കഠിനമായിട്ടുള്ള വ്രതമെടുത്ത് ചെരുപ്പൊന്നിടാതെ കല്ലും മുള്ളും ചവിട്ടി 18-ാം പടി ചവിട്ടി കയറുമ്പോൾ തത്വം നീ ആരെയാണോ തേടി വരുന്നത് അത് നിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ഇത് തത്വമസി എന്ന് പറയുന്ന അത് എഴുതി വയ്ക്കുന്നതിന് മുമ്പും അവിടെ ശബരിമലയുണ്ട്. പൂർവികർ തുടങ്ങിയ ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ആചാരമായ ശബരിമലയിൽ നിന്നാണ് ഒരു ഉപാസനയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അതെവിടെ തീരുമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ അത് തീരും. ഉപാസന സ്റ്റാർട്ട് ചെയ്ത് തീരേണ്ട ഒരു സമയം ഇതുണ്ട്. അതിനും ഒരു സ്ഥലമുണ്ട്. അതും അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എല്ലാ വർഷവും എല്ലാവരും പോകും. 18 വർഷമായ 18-ാം പട്ട അവിടെ വയ്ക്കണമെന്നൊരു ഇതുണ്ട്. എന്തിനാണത് പറയുന്നത്? എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനാണ് അവർ 18 വർഷം പൂർത്തിയാക്കിയാൽ ഒരു മൂർത്തിയുടെ അല്ലെങ്കിൽ ഒരു ദേവതയുടെ ഉപാസന പൂർത്തിയായി എന്നാണ്. പിന്നെ നിങ്ങൾക്ക് മലയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ നിന്ന് മനസ്സുകൊണ്ട് വിളിച്ച ആൾ മലയിറങ്ങി വരും. മലയിറങ്ങി മനസ്സിൽ കുടിയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അതാണ് തത്വമസി. അപ്പോൾ നമ്മുടെ പൂർവികർ അവിടെ നിന്ന് തുടങ്ങിയതാണ് 18
18 ദിവസത്തെ ഉപാസന എന്ന് പറയുന്നത് 18 വർഷം മല കയറും. നിങ്ങൾ അറിയാണ്ട് പോലും മല ചവിട്ടി അത് ഉപാസന തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ തീർക്കണം എന്ന് നിങ്ങൾക്കറിയില്ല. പലരും പല ഗുരുക്കന്മാരും മന്ത്രവും തന്ത്രവും ഒക്കെ വെച്ചിരിക്കുന്നു പോവും. പക്ഷെ എവിടെ തീരണം, എങ്ങനെ തീരണം, തീർന്നു കഴിഞ്ഞ ശേഷം എങ്ങനെയാണ്, അത് ആർക്കും അറിയാം. ഉപാസന എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ കുറേ മന്ത്രങ്ങളും കുറേ കഴിവ് കിട്ടി എന്ന് പറയുന്ന തോന്നലിലൂടെ മറ്റൊരാളുടെ പ്രശ്നം തീർക്കാറിറങ്ങുമ്പോൾ ആ വ്യക്തി തീർക്കാറിറങ്ങിയ വ്യക്തി പെടും. കാരണം ആത്മീയതയായിട്ടാണ്. ആത്മീയത വിൽക്കാൻ ശ്രമിച്ചാൽ അതിന് 8ന്റെ പണിയും കിട്ടും. അങ്ങനെയാണ് അവരുടെ ഈശ്വരന്മാരും വ്യാഴപ്രസാദവും ഒക്കെ മറിഞ്ഞ് വിഭ്രാന്തിയായി കിളി പോയിട്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയുള്ളവർ എത്തുന്നത്. അതിന് അതിൻ്റെതായ വഴികളും ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ട്. അതാണ് ഉപാസനയിലെ ശബരിമലയിൽ ഉപാസന തുടങ്ങുന്ന സ്ഥലം എന്ന് പറയാം. നമ്മളൊക്കെ പൂർവികർ പഠിച്ച് സേവിച്ച് ശാസ്താവിനെ, സംസ്കൃതപരമായ ശാസ്താവ് ചാത്തനെ പഠിച്ചു സേവിക്കാനാണ് പറഞ്ഞത്. അതെല്ലാം എടുക്കരുത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പല രീതിയിലും എടുക്കാൻ പറ്റും. അതൊക്കെ ഒരു ആദ്യം എടുക്കുമ്പോഴും ഒക്കെ കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടും. അത് കഴിഞ്ഞാലുള്ള ജീവിതം ഞാൻ പറയേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമ്മുടെയൊക്കെ പൂർവികർ ശബരിമലയിൽ നിന്നാണ്, മലകളിൽ നിന്നാണ് തുടക്കം. എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് പലരും എത്തപ്പെട്ടിട്ട് മനസ്സിലാകാൻ പറ്റാത്തൊരു സ്ഥലത്താണ്. അത് അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.